സുഭാഷിതം ചാനൽ ശബരിമലയുമായി ബന്ധപ്പെടുത്തിയ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതിനത്യാവശ്യം സത്യസന്ധമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ റീച്ചും കിട്ടുന്നുണ്ട്. ഇപ്പോൾ പന്തളം കൊട്ടാരത്തിലെ രാജരാജവർമ്മ എന്ന് പറയുന്ന അദ്ദേഹം ഈ വീഡിയോകളെല്ലാം കാണുകയും എനിക്ക് നിരവധി വിവരങ്ങൾ അയച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പൊതുലോകം അല്ലെങ്കിൽ നമ്മുടെ ലോകം അറിയേണ്ടതായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. 1900 മുതൽ 2000 വരെയുള്ള ശബരിമലയിലെ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് കമ്മീഷൻ റിപ്പോർട്ടുകൾ ധാരാളം വന്നിട്ടുണ്ട്. 1900 മുതൽ 2000 വരെ ഉള്ള കുറെ കാലത്തെ ഒരുപാട് പഠന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ അവിടെ നടന്നിട്ടുള്ള കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കൊള്ളയുടെയും എല്ലാം കഥ പുറത്ത് കിട്ടും എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ഒരു നിർദ്ദേശം ഉയർന്നു വന്നത്. ശബരിമല പ്രത്യേക ദേവസ്വം ബോർഡ് ആക്കണം. ശരിക്കും പറഞ്ഞാൽ ശബരിമല ഉൾപ്പെടെയുള്ള 25ഓളം ക്ഷേത്രങ്ങൾ 1949 കാലഘട്ടത്തിൽ, അത് വർഷം ഞാൻ 49 കാലഘട്ടം തന്നെ, അതായത് നമ്മുടെ 49 അല്ല 20 കാലഘട്ടത്തിൽ മൺട്രോ സാഹിബിന്റെ കാലഘട്ടമാണ്. അന്ന് രാജ്ഞിക്ക് തിരുവിതാംകൂർ രാജാവിന് കൊട്ടാരത്തിലേക്ക് ഇത് മാറുന്നതും തിരുവിതാംകൂർ രാജകൊട്ടാരം സംസ്ഥാന സർക്കാരുമായിട്ട് പിന്നെ തുടർന്ന് വന്ന സംസ്ഥാന സർക്കാരുമായിട്ട് കവനന്റ് ഒപ്പുവെക്കുമ്പോഴൊക്കെ ഉള്ള ഒരു കഥകളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേക കമ്മീഷനുകൾ വയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശം കമ്മീഷൻ പറയുന്നത് പ്രത്യേക ബോർഡ്. ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ഡിപ്പാർട്ട്മെന്റാണ് ഉണ്ടായിരുന്നത് മൺട്രോ സാഹിബിന്റെ നിർദ്ദേശപ്രകാരം. അതാണ് പിന്നെ ദേവസ്വം ബോർഡായത്. ഇതിനിടയിലാണ് തിരുവാഭരണ കേസ് എന്ന് പറയുന്ന കേസ് നമ്പർ CA 254/2011 സർക്കാരും ബോർഡും ഒക്കെ ആയിട്ടുള്ള ഒരു കേസുണ്ട്. ആ കേസിൽ കേരളം ഭരിച്ച സർക്കാരുകൾക്കും, സുപ്രീം കോടതിയിലാണ് കേസ് കിടക്കുന്നത്, കേരളം ഭരിച്ച സർക്കാരുകൾക്കും ക്ഷേത്രം ഭരിച്ച ബോർഡുകൾക്കും ബന്ധപ്പെട്ട പ്രവർത്തി ഉദ്യോഗസ്ഥർക്കും ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ് പന്തളം രാജവർമ്മ പറയുന്നത്. ശബരിമല ക്ഷേത്രത്തിന് പ്രത്യേക ഭരണസമിതി വേണം എന്നാണ് സുപ്രീം കോടതി 2019 ഉത്തരവിട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദു സംഘടനകളൊക്കെ എവിടെ പോയി എന്നുള്ളതാണ് വീണ്ടും ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതല്ല, കുറ്റം പറയുന്നതല്ല. 2019 ഇങ്ങനെ സുപ്രീം കോടതി ഓർഡർ ഇട്ടാൽ അത് 2025 നടത്തിയെടുക്കാനുള്ള സാമൂഹ്യ സമ്മർദ്ദം കൊടുക്കണ്ടേ? കഴിഞ്ഞ 6 വർഷമായി ഉത്തരവ് നടപ്പിലാക്കാതിരിക്കുകയാണ്. ശബരിമല ഭരണം ഈ തലത്തിൽ എത്തിച്ചു പോയതിൽ ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടാൻ വർഷങ്ങൾ നീണ്ട സാഹചര്യം ഒരുക്കി. 2019 മുതലാണ് വലിയ അടിച്ചുമാറ്റൽ നടന്നത്. സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് 30/1/2025 ഈ രാജരാജവർമ്മ സമർപ്പിച്ച നിവേദനത്തിൽ മേൽ നടപടിയെടുക്കാതെ അത് മരവിപ്പിച്ച് വച്ചിരിക്കുകയാണ്. ശബരിമല ക്ഷേത്രത്തിലെ സ്വതന്ത്രമായ ഒരു ഭരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുക്കണമെന്നല്ല അവർ ആവശ്യപ്പെടുന്നത്. സ്വതന്ത്രമായ, ഞാൻ പറഞ്ഞ ആറ്റുകാൽ ക്ഷേത്രം പോലെ ഗുരുവായൂർ പോലെ ഉള്ള ഒരു സ്വതന്ത്രമായ ഒരു ബോഡിയെ ഇതിൽ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. ഇത് ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും അവർക്ക് ഉപദേശം നൽകുന്ന മറ്റുള്ളവരെല്ലാം ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. 40 ആണ്ടുകളായി സർക്കാർ നിന്ദിച്ചു പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സർക്കാരുകളുടെ കടുത്ത വഞ്ചനയും ചതിയും വീഴ്ചയുമാണ് ശബരിമലയെ ഇന്നത്തെ സ്ഥിതിയിൽ എത്തിച്ചത്. പന്തളം കൊട്ടാരം തിരുവാഭരണ കേസിൽ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. എന്നാൽ സുപ്രീം കോടതി അത് അംഗീകരിച്ചു. സത്യവാങ്മൂലം ഹൈക്കോടതിയുടെ പക്കൽ ഇരിപ്പുണ്ടെന്നും നമ്മൾ അറിയണം. ഹൈക്കോടതിയുടെ പക്കൽ ഈ സത്യവാങ്മൂലം ഇരിപ്പുണ്ട്. സ്വർണ്ണപ്പാളി വിഷയം സംബന്ധിച്ച അന്വേഷണത്തിൽ അതിൻ്റെതായ രീതിയിൽ തന്നെ നടന്നോട്ടെ, അതിനകത്ത് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ അന്വേഷണം ഇനി മാസങ്ങൾ നീണ്ടു പോവാനും സാധ്യതയുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്മേൽ അന്തിമ വിധി പുറപ്പെടുവിക്കുന്നത് കാത്തു നിൽക്കാതെ തന്നെ, അതും ഇതുമായിട്ട് ബന്ധമില്ല, ശബരിമലയെ പ്രത്യേക ഭരണസമിതിയും അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡും അഡ്വൈസറി ബോർഡും ഉണ്ടാക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള 2019 സുപ്രീം കോടതി ഉത്തരവ് 1/4/2026 മുതൽ നടപ്പാക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശനമായ നിർദ്ദേശം സർക്കാരിന് നൽകണമെന്നാണ് കൊട്ടാരത്തിന്റെ രാജരാജവർമ്മയുടെ ഒക്കെ ആവശ്യം. ദേവസ്വം ബോർഡിന്റെ ധാർമ്മികമായ കെടുകാര്യസ്ഥതയുടെ ദേവസ്വം ബോർഡിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഭരണത്തിൽ നിന്ന് സർക്കാർ ഏറ്റെടുക്കുന്നത് വീഴ്ചയോ താഴ്ചയോ ഒന്നുമല്ല. അതിനപ്പുറം ഒരു അഭിമാന പ്രശ്നമാണ്. ഒരു ക്ഷേത്രത്തിന്റെ ഭരണം നടത്തിക്കൊണ്ടുപോകാൻ അവിടെ ഒരു വീഴ്ച കണ്ടിട്ടത് പരിഹരിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത് വളരെ മോശമാണ് എന്നുള്ളതാണ് വേറൊരു കാഴ്ചപ്പാട്. ശബരിമല ക്ഷേത്ര ഭരണസമിതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി ഉത്തരവാദിത്തങ്ങൾ പുനഃസ്ഥാപിച്ച് ക്ഷേത്ര ഭരണം കുറ്റമറ്റതാക്കാൻ ഭരിക്കുന്ന സർക്കാരുകൾക്ക് അധികാരമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കൂട്ടായ രാഷ്ട്രീയ തീരുമാനമെടുക്കണമെന്നുള്ളതാണ് അവരുടെ പന്തളം കൊട്ടാരം അവിടെ നിന്ന് രാജരാജവർമ്മ ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്ന നിവേദനത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ പന്തളം കൊട്ടാരത്തിന് ഉൾപ്പെടെയുള്ള ഇനി പഴയ കഥയൊന്ന് നോക്കണം. 25 ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ അന്നത്തെ പ്രധാന കാര്യം തിരുവിതാംകൂറിന് ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ആ ഒരു വിഷയമുണ്ട് ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുന്നതിന്. അതാണ് മൺട്രോ സാഹിബിനെ പ്രേരിപ്പിച്ചൊരു ഘടകം.
അതേസമയം പന്തളം കൊട്ടാരക്കാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന 25 ക്ഷേത്രങ്ങൾ അവർ കൊടുക്കാൻ കാരണം പന്തളം രാജവംശത്തിന്റെ അല്ലെങ്കിൽ ദേശവഴിക്കാരുടെ 25 ക്ഷേത്രങ്ങൾ അവർ കൊടുക്കും. അത് ശബരിമല ഉൾപ്പെടെ 25 ക്ഷേത്രം കൊടുക്കാൻ കാരണം ടിപ്പു സുൽത്താന്റെ ആക്രമണം ഇങ്ങോട്ട് വരുന്നു, തിരുക്കൊച്ചി വഴി പിന്നെ തിരുവിതാംകൂറിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആർക്ക് കൊടുക്കുന്നത്, നമ്മുടെ തിരുവിതാംകൂറിന്. പക്ഷെ തിരുവിതാംകൂറിനത് ശബരിമല ക്ഷേത്രമൊന്നും അങ്ങനെ നേരിട്ട് നടത്താൻ പറ്റാത്തത് കൊണ്ട് അത് റാന്നി ദേശവഴിക്കാരെ ഏൽപ്പിക്കുകയും റാന്നി കർത്താക്കൾ അവിടെ അത് ഭരണം നടത്തുകയും അവിടെ നിന്നൊരു കിട്ടുന്ന നാമമാത്രമായ തുകയൊക്കെയാണ് രാജാവിന് കിട്ടിക്കൊണ്ടിരുന്നത്. ബാക്കിയൊന്നും വലുത്. പിന്നെ ഒരു ആനയെ കൊടുക്കും വർഷത്തിൽ, അങ്ങനെയൊക്കെ ഉള്ള വേറെ ഒന്നും കിട്ടുന്നില്ല. ശബരിമലയിൽ അത്ര വലിയ വരുമാനമുള്ള കാലവുമല്ല, 10,000 പേര് മാത്രം പോകുന്ന ഒരു കാലമാണ്. ഇന്നാണ് ഇപ്പോൾ കോടിക്കണക്കിന് ആളുകൾ അവിടെ പോകുന്നത്. അപ്പോൾ അന്ന് പന്തളം രാജവംശവുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ, അതായത് കവനന്റ് എന്ന് പറയുന്ന ആ കവനന്റിൽ, ധാരണാപത്രത്തിൽ 2 ലിസ്റ്റ് ഓഫ് അമ്പലങ്ങളുണ്ട്. ഒന്ന് അൺഇൻകോർപ്പറേറ്റഡ്, ഇൻകോർപ്പറേറ്റഡ്. ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്നതാണ് ഗവൺമെന്റിനുള്ളത്. അൺഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്നത് ഗവൺമെന്റിനുള്ളതല്ല. ഇതിവിടുത്തെ ഹിന്ദു സംഘടനകൾ ദയവായി ഒന്ന് പഠിക്കണം. നിങ്ങൾ ഇവിടുത്തെ നിയമവിദഗ്ധർ പഠിക്കണം, ചാനലുകൾ ഒന്ന് പഠിക്കണം. ഇത് എത്ര തവണ പറയുന്നു, ഇത് പഠിക്കണം. അൺഇൻകോർപ്പറേറ്റഡ് വിഭാഗത്തിൽപ്പെട്ട ക്ഷേത്രങ്ങൾ സർക്കാരിന് സ്വമേധയാ വിട്ടുകൊടുക്കുകയോ സർക്കാർ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സർക്കാരിന് അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടുമില്ല, ഈ ദേവസ്വം പന്തളം കൊട്ടാരത്തിൽ നിന്ന് വിട്ടുകൊടുത്തിട്ടുമില്ല. അതുപോലെ തന്നെ അത് സ്വമേധയാ സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. റിക്കാർഡ് പ്രകാരമാണ് പറയുന്നത്. അതുകൊണ്ടാണ് 2019 സുപ്രീം കോടതി പറഞ്ഞത് ഇത് സെപ്പറേറ്റ് ബോർഡ് ഉണ്ടാക്കണം. ഇതിൽ ശബരിമലയെ പോലുള്ള 25 അമ്പലങ്ങൾക്കൊന്നും ഒരു കാര്യവും സർക്കാരിനില്ല. ഇനി 25 അമ്പലം അവിടെ നിൽക്കട്ടെ, ശബരിമലയിൽ ഒരു കാര്യവും സർക്കാരിനില്ല എന്ന് പറയുന്നു. സർക്കാരിന്റെ സ്ഥാനം ട്രസ്റ്റിയായി മാത്രമാണ് നിലനിൽക്കുന്നത്. അതിനാൽ സർക്കാരിൽ നിന്നും ക്ഷേത്ര ഭരണം 1921 ഉണ്ട്. 1921 വിജ്ഞാപന പ്രകാരം വിഭജിച്ച് ദേവസ്വം ഡിപ്പാർട്ട്മെന്റിലാക്കിയപ്പോഴും ഈ ക്ഷേത്രങ്ങൾ ദേവസ്വം നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതൊക്കെയാണ് നമ്മൾ പുറത്തുവിടുന്ന വിവരങ്ങൾ. ഉടമ്പടി വ്യവസ്ഥകൾ പാലിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുള്ളത് കാരണം ക്ഷേത്രഭരണം സുതാര്യതയുടെ ഭാഗമായി മറ്റ് ക്ഷേത്രങ്ങൾ സമാനമായി സ്വകാര്യ ക്ഷേത്രങ്ങളും ഭരിച്ചു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 1903, 1921, 1951 എന്നീ വർഷങ്ങളിലെ ചട്ടങ്ങൾ പ്രകാരം സ്വകാര്യ കുടുംബക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് കുടുംബക്ഷേത്രങ്ങളുണ്ട്, സ്വകാര്യ ക്ഷേത്രങ്ങളുണ്ട്, അൺഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. എം രാജഗോപാലൻ എന്ന് പറയുന്ന ആള് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഇതിനെയൊക്കെ വെട്ടിത്തിരുത്തി ഗുണ്ടാമണ്ടിത്തരങ്ങൾ അവിടെ കാണിച്ചത്. അവരിപ്പോൾ മൈനർ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ ലിസ്റ്റൊക്കെ മാറ്റി കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു. അല്ലെങ്കിൽ ഇപ്പോഴും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ടിൽ കിടക്കേണ്ടതാണ് അൺഇൻകോർപ്പറേറ്റഡ് ടെമ്പിൾസ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ടെമ്പിൾസ്. അതിൽ അൺഇൻകോർപ്പറേറ്റഡ് ടെമ്പിൾസിലാണ് ശബരിമല ഉൾപ്പെടെ കിടക്കുന്നത്. 1903 പേഴ്സണൽ ഡെപ്പോസിറ്റ് മാനുവൽ, സബ് ഗ്രൂപ്പ് മാനുവലും കാലഹരണമില്ലാതെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 21 വിജ്ഞാപനം അനുസരിച്ച് സ്വകാര്യ ക്ഷേത്രങ്ങളിൽ സ്വതന്ത്ര ഭരണ സ്ഥാപനം എന്ന നിലയിൽ ദേവസ്വം ഡിപ്പാർട്ട്മെന്റും പരമാധികാരം ഉണ്ടായിരുന്നില്ല. 1949 ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ 1949 കവനന്റ് വഴി ബോർഡ് രൂപീകരിച്ചപ്പോഴും ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോഴും സർക്കാരിൽ നിക്ഷിപ്തമായ ട്രസ്റ്റിഷിപ്പ് അധികാരം ബോർഡിന് കൈമാറിയിട്ടില്ല. അപ്പൊ ഇപ്പൊ ബോർഡിന് ഇതിലൊരു കാര്യമില്ല, സർക്കാരിന് ഒരു ട്രസ്റ്റിഷിപ്പ് അധികാരം മാത്രമുള്ളൂ. ഡിപ്പാർട്ട്മെന്റിനെ ഭരണം തുടർച്ച ഏറ്റെടുത്ത ബോർഡിനും ശബരിമല ക്ഷേത്രത്തിന്മേൽ പരമാധികാരമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ പറയുന്നതല്ല. പന്തളം രാജരാജവർമ്മ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫ്ഡവിറ്റ് ആണ്. ഇത് ഗൗരവമായി ഹിന്ദു സമൂഹം ചർച്ച ചെയ്യണം. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന മിഥ്യാധാരണയിൽ അധികാരങ്ങൾ വിനിയോഗിക്കാൻ ബോർഡിന് സാധിക്കുകയില്ല. പതിറ്റാണ്ടുകളായി നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് ശബരിമല ക്ഷേത്രഭരണം നടത്തി വരുന്ന ബോർഡിനെ ട്രസ്റ്റിയായ സർക്കാരിന് ഭരണം ബോർഡിൽ നിന്ന് വിഭജിച്ച് പ്രത്യേക ഭരണ സംവിധാനത്തിൽ നിന്നിലേക്ക് മാറ്റാൻ പൂർണ്ണ അധികാരം സർക്കാരിനുണ്ട്. ശബരിമല ക്ഷേത്രഭരണത്തിൽ ബോർഡും ഉദ്യോഗസ്ഥർ തന്ത്രിയും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കടുത്ത വീഴ്ചകളുടെയും നിയമലംഘനങ്ങളുടെയും ധാർമ്മിക ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഭരണം പുതിയ സംവിധാനത്തിൽ കീഴിലാക്കാൻ തടസ്സങ്ങളില്ലെന്ന് തന്നെയാണ് രേഖകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതുപോലെ ഉടമ്പടി രേഖകളാലും എഗ്രിമെന്റ് വ്യവസ്ഥകളാലും കാലഹരണപ്പെട്ടതാണെന്ന് സർക്കാർ വാദിക്കാനും സാധ്യമല്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. പന്തളം കൊട്ടാരത്തിന്റെ തിരുവാഭരണ കേസിൽ ശബരിമലയ്ക്ക് പ്രത്യേക ഭരണസമിതി വേണമെന്ന സുപ്രീം കോടതി ഉത്തരവ് 2019 കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതാണ്. എത്ര മനോഹരമാണ് കാര്യങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തുള്ളത്. എന്നാൽ പുതിയ ഭരണ സംവിധാനം നടപ്പിലാക്കി ആചാരങ്ങൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ശബരിമലയിലെ ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഞാൻ എന്ന് പറയുന്ന ഞാനല്ല, പന്തളം രാജരാജവർമ്മയാണ്. അപ്പൊ ഞാൻ പറയുന്നത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് അൺഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞ ലിസ്റ്റുകൾ ഉൾപ്പെടുത്തി 25ഓളം ക്ഷേത്രങ്ങൾ, ശബരിമല ഉൾപ്പെടെ 25ഓളം ക്ഷേത്രങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ടിപ്പു സുൽത്താന്റെയും
പിന്നെ അദ്ദേഹത്തിന്റെ ഫാദർ ഹൈദരലിയുടെയൊക്കെ ആക്രമണത്തെ പേടിച്ചുകൊണ്ട് തിരുവിതാംകൂറിലേക്ക് തിരുവിതാംകൂർ പിന്നെ രാജകൊട്ടാരത്തിന് ട്രസ്റ്റിഷിപ്പ് കിട്ടിയത്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മറ്റു ക്ഷേത്രങ്ങൾ നോക്കുന്ന പോലെ വേണമെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ, ഒരു അറേഞ്ച്മെന്റിൽ നിർത്തിയത് തീർച്ചയായിട്ടും കേരള സർക്കാരിന് അത് തിരിച്ചെടുക്കാം. ശബരിമല നിയമപരമായി ശബരിമലയിൽ ദേവസ്വം ബോർഡിന് ഒരു അധികാരവുമില്ല. അധികാരം ഇരിക്കുന്നത് ഗവൺമെന്റിനാണ്, ട്രസ്റ്റിഷിപ്പ് എന്നുള്ള നിലയിൽ. അത് തന്നെ അൺഇൻകോർപ്പറേറ്റഡ് ലിസ്റ്റിൽ കിടക്കുന്നത് കൊണ്ട് പന്തളം കൊട്ടാരത്തിന്റെ അവകാശത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. അത് നിയമം തീരുമാനിക്കട്ടെ. പക്ഷെ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, ദേവസ്വം ബോർഡിനെ ഒരു സെപ്പറേറ്റ് ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് ആ ഭരണ സംവിധാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകാർക്ക് നിന്ന് ഒരാളെ, അല്ലെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളെ, രാജരാജവർമ്മ വേണമെന്നും അവർ തീരുമാനിച്ചു കൊടുക്കുന്ന ഒരാളെയും, മലയരയന്മാർക്ക് അവിടെ വലിയൊരു സേ ഉണ്ട് ശബരിമലയിൽ. കാരണം അവിടെ അവർ പൂജാരികളൊന്നും ആയിട്ടില്ലെങ്കിലും അവർക്കൊരു സേ ഉണ്ട്. അവരിൽപ്പെട്ട വിദ്യാഭ്യാസമുള്ള ആരെയെങ്കിലും കൂടിയൊക്കെ വച്ചുകൊണ്ട്, അല്ലെങ്കിൽ മലയരയ മൂപ്പൻ ആരെ പ്രധാനപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായൊരു സെപ്പറേറ്റ് സംവിധാനം ശബരിമലയിൽ വരുത്തുവാൻ ഹിന്ദു സംഘടനകൾ ഇറങ്ങുമോ? അതിന്റെ സാമൂഹ്യ സമ്മർദ്ദ പ്രവർത്തനങ്ങൾ ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും സംഘപരിവാറും കേരള സമൂഹവും NSSും SNDPയും ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് കാലം ഹിന്ദു സമൂഹത്തോട് ചോദിക്കുന്നത്, ഹിന്ദു സമൂഹം ഈ സംഘടനകളോട് തിരക്കുന്നത്.